വന്നതല്ല നമ്മ പോയത്. നമ്മ കണ്ടിട്ടില്ല. എങ്ങനെ മീനെല്ലാം കിട്ടീന? മത്തിയാണോ ചെമ്മീനാണോ ഏതാണോ കിട്ടിയത്? നമ്മുടെ കിട്ടിപ്പോയി. കാട്ടിന്റെ ഉള്ളിൽ കൂടിയിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അതുകൂടാതെ കുറെ കാഴ്ചകൾ അതിന്റെ ഈ കാട്ടിന്റെ അകത്ത് നിന്ന് കാണാനും. ഞങ്ങളെ ചട്ടവും താഴെ വീണ് പോയി. ചട്ടവും താഴെ വീണ്. അപ്പൊ നാലെണ്ണത്തിന് വെറുതെ ഇതിന്റെ ജപ്പാന്റെ നാളെ കിട്ടിയില്ല. ഒരു നാലാക്കിരിക്കുന്നതിന് പൈസ കൂടുതൽ വേഗത്ത് രണ്ടാളെ വേഗിയാ മതി. എന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാ മതി. പോയി വരുമ്പോ എന്ത് കൊണ്ടുവരോ കൈ നിറയെ പോയി വരുമ്പോ എന്ത് കൊണ്ടുവരോ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നാട്ടിലെ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ദുബൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെക്കേഷനിൽ ഞങ്ങൾ ഈജിപ്തിൽ പോയി. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം എവിടെയും പോകാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ കടയിൽ ആളില്ലാത്തതുകൊണ്ട് ലീവ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ അനുജൻ അഷ്റഫ് എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ദുബൈയിൽ തന്നെ കറങ്ങാമെന്ന്. അപ്പോൾ ഇന്ന് അഷ്റഫ് എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് അവനോട് തന്നെ ചോദിക്കാം. അഷ്റഫ്, നമ്മ എവിടെയാണ് പോകുന്നത്? നമുക്ക് പോവാ അജ്മാൻ, പിന്നെ കയാക്ക്. വെള്ളത്തിലിറങ്ങാം. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ അത് പോയി നമുക്ക് നോക്കാം. ഞാൻ അവിടെ പോയിട്ടില്ല, ഫസ്റ്റാണ് ഞാൻ പോകുന്നത്. നോക്കാം, ഇൻഷാല്ലാ. കണ്ടിട്ട് അടുത്ത വീഡിയോ വീണ്ടും ഇതാക്കി. ഓക്കെ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാനിലോട്ടാ. ഇപ്പൊ ഷാർജ കഴിഞ്ഞു. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അജ്മാൻ റോഡാണ്. അപ്പോൾ അജ്മാനിൽ കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കയാത്തിലേക്ക് ഞങ്ങൾ വെള്ളത്തിലേക്ക് ചാടുകയാണ്. പോകുന്നു അജ്മാന്റെ ബീച്ചിലേക്ക്. കണ്ടൽക്കാടിന്റെ ഉള്ളിലാണ് ഇപ്പൊ കയാക്കിങ്. അതിന്റെ ഉള്ളിൽ ഓടിയിട്ട് പോണം. ഇതിന്റെ ഉള്ളിലാ വീഡിയോയിൽ കണ്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കയാക്കിലേക്ക് എത്തി. അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പോകുന്നു. ഇതാ ഇതിലിരിക്കുക. അത് ശരി. അതിൽ പോവും. അപ്പൊ കണ്ടോളൂ. കമോൺ. Hi. Hello. Here, sir, we do kayak tour, fully guided. Yeah. And it's 175 per person. Okay. And it's done on specific time, which is 10 a.m. and 3 p.m. Yeah. അപ്പോൾ ഈ അജ്മാൻ കയാക്കിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതായത് 10 മണി മുതൽ 3 മണി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അതിന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ കാടുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കൂടിയിട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അജ്മാൻ കയാക്കി മിസ്സായത് കൊണ്ട് അഷ്റഫ് വളരെ വാശിയോട് കൂടിയിട്ട് ഷാർജ കയാക്കിലേക്കാണ് ഇപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞങ്ങൾ എത്തിയത് ഷാർജയിലെ അതിമനോഹരമായ ബീച്ചിലേക്ക്.
പോവാം. നമ്മൾ നേരെ ഷാർജയിലേക്ക് വന്ന് അപ്പോൾ ഇവിടുന്നാവുമ്പോൾ ഇവിടെ ഓക്കെയാണ്. ഇവിടെ ഇപ്പോൾ 2 മണി മുതൽ രാത്രി വരെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളത് ട്രൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ കയാക്കിൻ്റെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. സിംഗിൾ കയാക്ക് 20 ദിറംസ് ആണ്. അതുപോലെ ഡബിൾ കയാക്ക് 40 ദിറംസ് ആണ്. പിന്നെ പെഡൽ ബോട്ട് 75 ദിറംസ് ആണ് 1 അവർ. മറ്റേ ഡൊണട്ട് ബോട്ട് 200 ദിറം 1 മണിക്കൂർ 1 അവർ. അപ്പോൾ കയാക്കിൻ്റെ ടിക്കറ്റ് ഞങ്ങളെടുത്ത് ഒരാൾക്ക് 20 ദിറംസ് ആണ്. അതായത് ഡബിളിന് 40. അപ്പോൾ ഡബിളിൻ്റെ 2 ഞങ്ങളെടുത്തത്. ഓക്കെ യാ ബാ ബാ അവിടെ എന്താ നിങ്ങൾ ഓരോരാൾ ഇങ്ങനെ പോയിക്കോ. അങ്ങനെ ഞങ്ങൾ കയാക്കിലേക്ക് എൻട്രി ആയി. ഞങ്ങൾക്ക് ജാക്കറ്റ് കിട്ടി. ഇനി നേരെ ട്രൈ ചെയ്യാൻ പോകുന്നു കേട്ടോ. Pedal hold like this. Okay. You want to go straight and pedal it both sides, right and left. Okay. Opposite direction. To go right, use it. To go left, use it. Together. Same time, same time. അങ്ങനെ ഞങ്ങൾ നീങ്ങാൻ പോകുന്ന കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ കാഴ്ച കാണിച്ചതിന് ശേഷം ഞങ്ങളിത് ട്രൈ ചെയ്യുന്നതാണ്. കാരണം ഇത് തുഴയുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിവിടെ ഹാങ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ കുട്ടികൾ 2 പേരും ആടെ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഇവിടുന്ന് ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അല്ലേ അഷ്റഫ? എന്ത് പറയുന്നത് നീ? അപ്പോൾ നമുക്കൊന്ന് ഉഷാറായിട്ടൊന്ന് കറങ്ങി വരണോടാ. അതൊന്ന് ഒന്ന് പോയിട്ട് വരാം. ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയും കാണിച്ചാൽ മതിയല്ലോ. ഇതെന്ത് നമ്മളെ ബാക്കിൽ വന്നേ? അത് ഇടുന്നു വന്നതല്ല നമ്മ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടോ അല്ലേ? അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടതാ നല്ലതാ. എന്താ രസം എന്നറിയോ? അതിനപ്പോ ഹലോ ഹലോ. രണ്ടാളും ഒരേപോലെ തൊയ്. അങ്ങനെ തന്നെ ഒരു സൈഡില് അടുത്ത സൈഡും ഒരേപോലെ ഒരേപോലെ. അതായത് ഈ കയാക്കിനെ പറ്റി പറയുമ്പോൾ ഇത് കുറച്ച് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ആവണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഐഡിയയും നമുക്ക് കിട്ടുന്നത്. അസറോ നീ റൈറ്റ് സൈഡ് തോയാറോ നോക്കാലോ എങ്ങോട്ട് പോകുന്നതെന്നുള്ള 2 കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക്. റൈറ്റും ലെഫ്റ്റും. ഓക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഇനി ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് പോകും. രണ്ടും ഒരേപോലെ ആണെങ്കിൽ നേരെ പോകും. അത് ശരി. അപ്പൊ നമുക്കൊന്ന് യൂ ടേൺ എടുക്കാം. ടേൺ എടുത്തോ. യൂ ടേൺ ഇതിലെ. ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ ഐഡിയ കിട്ടി. ഓക്കെ നേരെ പോവാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തുഴയാൻ പറ്റുന്നില്ല കേട്ടാ. അപ്പുറത്തുനിന്ന് നമുക്ക് അങ്ങനെ ഇപ്പൊ സ്പീഡായല്ലോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്?
അങ്ങനെ മീനെല്ലാം കിട്ടീനാ? മത്തിയാണോ ചെമ്മീനാണോ ഏതാണോ കിട്ടിയത്? അതൊക്കെ പിന്നെ എങ്ങനെ ഇതിന്റെ സിസ്റ്റം, സ്റ്റയറിംഗ് സിസ്റ്റം ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ? ആ അത് ഒന്നുമില്ല, പറഞ്ഞോ. മീന് കിട്ടീനാ? ഞങ്ങളെ നല്ലൊരു രസം ഉണ്ടായിരുന്നു നേരത്തെ ആടുന്ന്. ഞങ്ങ തൊഴുത് പോയില്ലേ അതിന്റെ ബാക്കിൽ പോയിട്ട് മുട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചത് പറഞ്ഞാല് വേറെ ബോട്ട് വന്നിട്ട് മുട്ടിയത്. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ അതേ സ്ഥലത്ത് തന്നെ ഉള്ളത്. ആ വലിയ ബോട്ടിന്റെ അടുത്തേക്കുണ്ട്. അതെ. ബൈ ബൈ. എവിടെ പോന്ന? ഒമാനിലേക്കാ? ഓക്കെ. ഇവിടെയുള്ള ഈ കായക്കിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് തുഴയുമ്പോൾ നല്ല ക്ഷീണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ആരും ഇതിന് നിൽക്കില്ല. മാക്സിമം 1 മണിക്കൂറേ ആരും ഇതിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇതായിട്ട് പോകണം. അടുത്ത് വാ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് വല്ല തെറ്റിപ്പോയി. ഇങ്ങോട്ടേക്ക് സ്റ്റയറിംഗ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇല്ല വരുന്നുണ്ട്. ബ്രേക്ക് കൂടി, ഹാൻഡ് ബ്രേക്ക് വലിക്ക്. വരുന്നുണ്ട്. ബ്രേക്ക് കൂടി. അടുത്തേക്ക് ഇങ്ങോട്ട് വാ. ബ്രേക്ക് ബ്രേക്ക്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കെട്ടിപ്പോയി. കുറച്ച് മത്തി കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മാത്തി കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആക്സിഡന്റ് ആകാൻ പോകുന്നുണ്ട്. ബോട്ട് ടൈറ്റാനിക് വെള്ളത്തിനടിയിൽ പോയി. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യാൻ ചെറിയ എക്സ്പീരിയൻസ് വേണം നമുക്ക്. അതായത് രണ്ടും കൂടി ഒന്നിച്ച് തൊയുമ്പോൾ സ്പീഡിൽ പോകും. അപ്പോൾ ഇത് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിപ്പോൾ ഈ ഭാഗത്ത് മാത്രമാണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തൊഴുമ്പോൾ റൈറ്റ് ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ തൊഴുമ്പോൾ നേരെ പോകും. നമ്മൾ കുറച്ചിങ്ങനെ ഇപ്പൊ മുട്ടും. Hello. Are you Badruddin Kalanad and Ashraf Kalanad? അതായത് നമ്മൾ അജ്മാൻ കായക്കിൽ പോയില്ലേ, അത് നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അതുകൂടാതെ കുറേ കാഴ്ചകൾ അതിൻ്റെ ഈ കാട്ടിൻ്റെ അകത്തുനിന്ന് കാണാനുണ്ട്. അപ്പോൾ അതിന് ഒരാൾക്ക് ഒരു ടിക്കറ്റിന് 175 ദിറംസാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയ സമയം ക്ലോസ് സമയമായിരുന്നു. അതായത് അവരെ സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 3 മണി വരെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 4 മണിയായി, സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഷാർജയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഷാർജയിലാവുമ്പോൾ ഇവിടെ കാടൊന്നുമില്ല, പ്ലെയിൻ സ്ഥലത്ത് പ്ലെയിൻ വെള്ളത്തിൽ കൂടിയിട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം, അപ്പോഴേ ഇതിൻ്റെ ഐഡിയ കിട്ടുള്ളൂ. അതായത് കുട്ടികളുമായി ഒന്നിച്ച് വന്ന് ഒന്ന് രസിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വൈകുന്നേരത്തെ ഈ സമയത്ത് ഇങ്ങനെ നല്ല രസമാണ്. ചുറ്റും ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ വരുന്ന ആ മങ്ങിയ സൂര്യപ്രകാശം. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, ചൂടൊന്നുമില്ല ഇപ്പോൾ. പിന്നെ വെള്ളം നോർമൽ തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ ഈ UAE ഹോളിഡേ എന്ന് പറയുന്നത് ശനിയും ഞായറുമാണ്, സാറ്റർഡേ സൺഡേ.
ആ ദിവസങ്ങളിൽ നല്ല ആളുണ്ടാവും. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ച ആണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇവിടെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് നാളത്തെ വൈകുന്നേരത്തായിരിക്കും ഇവിടെ ആൾക്കാരുണ്ടാകുന്നത്. നാളെയും മറ്റന്നാളുമായിട്ട് നല്ല ആൾക്കാരുണ്ടാവും. ബൈ. ഞങ്ങളെ ചട്ടവും താഴെ വീണ് പോയി. ചട്ടവും താഴെ വീണ്. അപ്പൊ നാലാക്ക് ഒന്നിച്ചിട്ട് പോയി. അല്ല ഒരു പ്രോബിളിന് പൈസ എടുക്കുന്ന ബർത്ത്ഡേ നമ്മൾ 2 ബോട്ട് എടുത്ത് ഒരു 4 എണ്ണത്തിന് വെറുതെ ഇതിന്റെ ജപ്പാന്റെ നാളെ കിട്ടിയില്ല. ഒരു 4 ആക്കി ഇരിക്കുന്നതിന് പൈസ കൂടുതൽ വേഗത്തിൽ 2 ആളെ വേഗിയാ മതി. എന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാൽ മതി. ഇവിടെ നമ്മളെ ആപ്പിന് ലോക്കാക്കിയിട്ടുണ്ട്. ഇതാ ചട്ടുവൻ ലോക്കാക്കി വെച്ച്. അപ്പൊ അതുകൊണ്ട് 2 ബോട്ടും ഒന്നിച്ചിട്ട് പോകും. അപ്പൊ ഈ ഐഡിയ ഇപ്പൊ ആണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം പിന്നെ ഏത് കൂടുതൽ അടിച്ച കൊണ്ട് തന്നെ കഴിഞ്ഞോളും. നമുക്കൊരു പാട്ട് പാടിയാലോ ഇടുന്ന എല്ലാവർക്കും കൂടിയിട്ട്. വരുമ്പോ എന്ത് കൊണ്ടുവരൂ കൈ നിറയെ വരുമ്പോ കണ്ടുവരൂ. ലോക്കളി ഇതാ ഇപ്പല്ലേ പറഞ്ഞ നീ ലോക്ക് വിദഗ്ധ ലോക്കളി. പിടി അങ്ങനെ പിടി. ഓക്കെ, അപ്പൊ പാട്ട് കണ്ടിന്യൂ ചെയ്യാം. പാട്ട് പോലോരേ കണ്ടോരേ പോയി വരുമ്പോ എന്ത് കൊണ്ടുവരൂ കൈ നിറയെ പോയി വരുമ്പോ എന്ത് കൊണ്ടുവരൂ. അപ്പൊ ഇപ്പോ സമയം ഏകദേശം 6:30 മണിയാവാൻ പോന്ന്. 7 മണിയാവുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകാൻ പോകുന്നു. അപ്പോൾ പൊതുവേ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രാവശ്യം കുട്ടികളോടൊത്ത് ഒന്നിച്ച് വന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. അല്ല മോളെ, നല്ല രസമുള്ള സംഭവമാണ്. പക്ഷേ ഇവിടെ ഒന്നും അപായമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ഇതിനെ നിരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ബാക്കിലുണ്ട്, ഇങ്ങനെ റണ്ണ് ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ അങ്ങോട്ടൊന്നും പോകണ്ട, ബാക്ക് പോകണമെന്ന് പറഞ്ഞു തരാനുള്ള ആളുണ്ട്. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കയാക്കിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ എടുക്കുന്നത് നല്ലത്. ഈ ബോട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കാം. പക്ഷേ കച്ചറ പുറത്ത് കളയാൻ പാടില്ല. അതിൻ്റെ അകത്ത് വെച്ചിട്ട് പോകുമ്പോൾ കൊണ്ടുപോയി കളഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങളെ കായക്കിലെ ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 7 മണിയാറായി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഇനി കുട്ടികൾ വരാണ്ട് അവരെ വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇതാ. ഈ അൽമജാസ് കായക്കിൽ വെറും കായക്ക ബോട്ടല്ല, കൂടാതെ ഇതുപോലത്തെ സ്പെഡൽ ബോട്ടുണ്ട്, അതുപോലെ ഇഞ്ചിൻ ബോട്ടുണ്ട്, പിന്നെ ഇതുപോലത്തെ ബോട്ടുണ്ട്. ഇതാ ഈ സർവീസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എങ്ങനെ ഉണ്ടായിന് എക്സ്പീരിയൻസ്? സൂപ്പറാ. പിന്നെ ജാക്കറ്റ് ഊരി കൊടുത്തേ. ഓക്കെ, ബൈ ബൈ.
ഞങ്ങളെ കയാക്ക് ഇവിടെ അവസാനിച്ച് സമയം വൈകി. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രകാശമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്.